മായി നൽകും ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും യേശുവിൽ കണ്ടേ ഞാനും. ദൈവത്തിന്റെ വചനത്തിൽ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. എന്താണ് ഭാവം? നമ്മളെല്ലാ മനുഷ്യരെയും കാണാറുണ്ട്. ഓരോരുത്തര് വിനീത ഭാവം, ചിലർക്ക് അഹങ്കാര ഭാവം, ചിലർക്ക് സന്തോഷഭാവം, ചിലർക്ക് വിടുതലിന്റെ ഭാവം. ഇങ്ങനെ വിവിധ ഭാവങ്ങളിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഇവൻ ആരാണെന്നാണ് ഇവന്റെ ഭാവം? അവനെന്താ രാജാവാണോ? കാരണം അവന്റെ ഭാവം കണ്ടാൽ അവൻ ആ സ്ഥാനത്തിരിക്കുന്നതായിട്ട് തോന്നും. എന്നാൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഒരു ഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഭാവമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന് പറയുന്നത് രാജാവ് തന്നെയാണ്. ഈ ലോകത്തിൽ അവൻ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവനെ എല്ലാവരും കൂടി പീഡിപ്പിച്ച് ക്രൂശിൽ തറച്ചു കൊന്നു. അതൊക്കെ ശരിയാ. പക്ഷെ അവന്റെ ശക്തി എന്താ? അവന്റെ പവർ എന്താ? വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നസ്രാനായ യേശുവിനെ അന്വേഷിച്ച് ചെല്ലുക, അവനെ വിസ്തരിക്കാനും പിടിച്ചോണ്ട് ചെല്ലാനും ഒരു കൂട്ടം ചേവകരെല്ലാവരും കൂടി ചെല്ലുക. യേശുവിനെ കണ്ടു. യേശു ഇവരുടെ വരവ് കണ്ടു കഴിഞ്ഞ് അവർ നടക്കുന്ന കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തെരഞ്ഞു നടക്കുന്ന പോലെ തോന്നുന്നല്ലോ, നിങ്ങൾ ആരെയും തിരയുന്നേ? നിങ്ങൾ നസ്രാനായ യേശുവിനെ തിരയുന്നു. അപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞു, അത് ഞാനാകുന്നു, ഞാനാണത്. ഈ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പിൻവാങ്ങി നിലത്ത് വീണെന്ന ഭയപ്പെട്ടു പോയി. കാരണം ഞാൻ ആകുന്നുവെന്ന് പണ്ട് സീനായി മലയിൽ മോശയോട് അങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ പറഞ്ഞ ആ അത്യുന്നതനായ ദൈവത്തിന്റെ ശബ്ദം അവിടുന്ന് കൂടി പുറപ്പെട്ടു വന്നപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണുന്ന ഭയപ്പെട്ടു പോയി. അപ്പോ അവൻ ഭാവിക്കേണ്ടതുപോലെ ഭാവിച്ചിരുന്നെങ്കിൽ അവൻ ഈ കഷ്ടങ്ങളുടെ കാര്യമൊന്നുമില്ല. പക്ഷേ അവനത് ഭാവിച്ചില്ല. കാരണം എന്താണ്? അവന്റെ ജീവിതം കൊണ്ട് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഭാവിക്കേണ്ട ഒരു ഭാവമുണ്ട്. ഇതേ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നുള്ളൂ. എന്താണ്? നീ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. നിന്റെ പവർ കാണിക്കാനുള്ള സ്ഥലം അല്ല ഇത്. നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്, നിനക്ക് പല സ്വാധീനങ്ങളുണ്ട്. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഭാവത്തിൽ മുമ്പോട്ട് പോയാൽ നിന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിൽ നീ എത്തിച്ചേരില്ല, ഉറപ്പാണ്. പിന്നെയോ, അവിടെ എത്തിച്ചേരണമെങ്കിൽ ഒരു ഭാവമുണ്ട്. അത് ക്രിസ്തുവിന്റെ ഭാവമാണ്. ക്രിസ്തു അങ്ങനെ എത്തിച്ചേർന്നത്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, ദാസനെന്ന് ഭാവിച്ചു. ഈ സകല ശത്രുവിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നിരിക്കെ തന്നെ അവൻ അവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്തവനായിട്ട് നിന്നുകൊടുത്തു. കാരണം ഇതെല്ലാം ഭാവിക്കുമ്പോൾ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? പലരും പറഞ്ഞ്, നീ ക്രിസ്തുവെങ്കിലും ഒന്ന് പറ.
ക്രിസ്തു എന്ന് പറഞ്ഞാൽ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ വായ പോലെ ഉള്ളവനല്ലേ? ഇന്ന് നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമല്ലോ. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നീ ഒന്ന് പ്രവർത്തിക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ, ഈ ജനം ഒന്ന് അറിയട്ടെ. പക്ഷെ ഇതെല്ലാം നിമിഷം കൊണ്ട് സാധിക്കും. യേശുവിനറിയാം. ഈ പറയുന്നവർ മുഴുവനും കുമ്പിട്ട് നമസ്കരിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്താൽ മതി. അവിടെ കാര്യങ്ങളെല്ലാം വഴിക്ക് വരുമെന്നറിയാം. പക്ഷെ ദൈവത്തിന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരില്ല. ലക്ഷ്യത്തിലെത്തിച്ചേരണം. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടെങ്കിലോ ഒരു അധികാരം ഉണ്ടെങ്കിലോ എന്ത് ഉണ്ടായിട്ടാ? എന്തുണ്ട്? ഒരു സ്ഥാനത്ത് ഒരു സ്ഥാനമോ ഇത്തിരി പണമോ ഇത്തിരി കഴിവോ എഴുന്നേറ്റ് നിന്ന് 4 പേരോട് പ്രസംഗിക്കാനുള്ള ഒരു യോഗ്യതയോ ഒക്കെ വരുമ്പോഴേക്കും ആളങ്ങ് മാറിപ്പോയി. അവരുടെ ഭാവം പിന്നെ മാറി. ഒരിക്കലും ഓർത്തുകൊള്ളുക, ക്രിസ്തുവിലുള്ള ഭാവത്തിൽ കൂടി അല്ലാതെ നീ ലക്ഷ്യത്തിലെത്തില്ല. പല സ്ഥലത്തും നീ എത്തും, ലക്ഷ്യത്തിലെത്തില്ല. എത്തിച്ചേർന്ന സ്ഥലം വേറെ ആയിരിക്കും. ലോകത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ദൈവാത്മാവ് വിരൽ ചൂണ്ടിയത്. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ, അവിടെ എത്തും. അവൻ ഇതൊന്നും, ഈ കാര്യങ്ങൾ തനിക്ക് ഉണ്ടായിരുന്ന കഴിവുകളൊന്നും തന്റെ മനസ്സിൽ ഭാവിച്ചില്ലല്ലോ. അവൻ ലക്ഷ്യത്തിലെത്തി. ഭാവിക്കാനൊരു സമയമുണ്ട്. ഭാവിക്കാനും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രകാശിക്കാനും ഒക്കെ ഒരു സമയമുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ കർത്താവ് വിളിച്ച് നിർത്തിയിരിക്കുന്ന ഈ സ്ഥാനത്ത് ഈ വക ഭാവത്തിന് വേണ്ടിയിട്ടല്ല. പാടില്ല. നമുക്ക് അത്യാവശ്യം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് ഭാവിക്കണ്ട. എല്ലാവരെയും അല്പം സഹായിക്കാനുള്ള ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാവിക്കല്ലേ, ചെയ്തോ, പക്ഷെ ഭാവിക്കല്ലേ. മറ്റുള്ളവരെ എല്ലാം തർക്കിച്ച് ജയിക്കാനുള്ള ജ്ഞാനമുണ്ട്, ചെയ്തോ, അവരൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ, ഭാവിക്കല്ലേ. ഇന്ന് ഈ അധികാരത്തില് നല്ലൊരു അധികാരത്തിന്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. പലതും ചെയ്യാനുള്ള കഴിവുണ്ട്, ചെയ്തോ, പക്ഷെ ഭാവിക്കല്ലേ. അതെല്ലാം ഈ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ, ഈ ജീവിതം കഴിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് തന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഭാവം എപ്പോഴും ക്രിസ്തുവിൻ്റെതായിരിക്കണം. ലക്ഷ്യത്തിലെത്തണമോ? ഭാവം എപ്പോഴും ക്രിസ്തുവിൻ്റെതായിരിക്കണം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ഓരോരുത്തരും വിശ്വാസത്തിന്റെ അളവ് കിട്ടിയതൊന്നും ഭാവിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവന്റെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരിക്കെ തന്റെ പ്രാണനെ ഇല്ലാതാക്കാൻ വരുന്നവനോട് അത് ആയുധം കയ്യിൽ വെച്ചുകൊണ്ട് അവൻ കൊല്ലുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ ആരെ കൊണ്ടാവും? തന്റെ കയ്യിൽ ആയുധമുണ്ട്. തന്നെ കൊല്ലാൻ വരുന്നവനെ ഇല്ലാതാക്കാനും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയുധം തന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കെ അവൻ ഉപദ്രവിക്കാൻ വരുമ്പോ ആർക്ക് ഈ ആയുധം എടുക്കാതിരിക്കാൻ പറ്റും? പറ്റും. കാരണം ഇവന്റെ കയ്യിലിരിക്കുന്ന ആയുധമല്ല അവന്റെ ആയുധം. പിന്നെ യഥാർത്ഥ അവന്റെ ആയുധം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ഭാവമാണ്. മറ്റെല്ലാ ആയുധത്തെക്കാൾ കൂടുതൽ അവൻ വിശ്വസിക്കുന്നത് ആ ആയുധത്തെയാണ്. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളുടെ ആയുധമായിരിക്കട്ടെ. ക്രിസ്തുവിലുള്ള ഭാവം, അവന്റെ കയ്യിലിരിക്കുന്ന ആയുധം അതാണ്. ശത്രുവിനെ ഒടുക്കിക്കളയാൻ ജഡത്തിലുള്ള ആരോഗ്യം അതല്ല അവന്റെ ആയുധം. കയ്യിലിരിക്കുന്ന ഇരുമ്പിന്റെ ആയുധം അതല്ല അവന്റെ ആയുധം. ഇതെല്ലാം ഉണ്ട് താനും. അവന് രക്ഷപ്പെടാനുള്ള ധനം അത് അവന്റെ കയ്യിലുണ്ട്, പക്ഷെ അത് അവന്റെ ആയുധമല്ല. തനിക്ക് ആരോഗ്യമുണ്ട്, അത് ആയുധമല്ല. തനിക്ക് സ്വാധീനമുണ്ട്, അത് ആയുധമല്ല. അവന്റെ കയ്യിലിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളും ഉപരി അവൻ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും ഒരു ആയുധമുണ്ട്. അത് ക്രിസ്തുവിലുള്ള ഭാവമാണ്. നിശ്ചയം ഈ ആയുധമുള്ളവൻ ആ ലക്ഷ്യം പ്രാപിക്കും.
ആ ലക്ഷ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. നമുക്ക് ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് മടങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുട്ടമടക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്നും ഞങ്ങൾക്ക് കർത്താവെ വിശ്വസ്തനായി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേടെ ഞങ്ങളെ ഓർക്കണമേ ദൈവമേ. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ നന്മകൾക്കുമായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടതുപോലെ തന്നെ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ ഞങ്ങളിൽ ആയുധമായി കർത്താവെ ഞങ്ങൾ പ്രാപിക്കുവാനും അത് നിലനിൽക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരുവാനാകണം. ഒരു നമുക്കത്തോട് പോരാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.